ഇന്ന് ഞാൻ കുറച്ച് പേരല്ല, 2 പേരെ ഞാൻ കരയിപ്പിക്കും. യെസ്, I am going to. I am very strict. I am not going to cry. I am എന്താണ് പറ, ഇംഗ്ലീഷ് കിട്ടുന്നില്ല. Make them cry. Make them cry. 2 people of Malayalam industry. അല്ല, of super Malayalam film industry എന്ന് ഞാൻ of super അമ്മയും മകളിലെ 2 peoples-നെ ഞാൻ കരയിപ്പിക്കാൻ പോവാണ്. And that 2 peoples are എന്റെ സ്വന്തം ഷീന ചേച്ചി, ഈ ചിരിക്കുന്ന നിത്യം, ചിരിച്ചോണ്ടിരിക്കുന്ന നിത്യം. വരൂ. ഓക്കെ, അപ്പോ ദാ കരയാനായിട്ട് ഇവർ 2 പേരും റെഡിയാണ്. ഇനി എങ്ങനെയാണ് നമുക്ക് നോക്കാം എങ്ങനെയാണ് ഞാൻ നിങ്ങളെ കരയിപ്പിക്കണെന്നല്ലേ. അതായത് നമ്മളെല്ലാവരും ജീവിതത്തില് എല്ലാ ദിവസവും ചിലപ്പോൾ ഈ ഒരു സംഭവത്തിലൂടെ അല്ലെങ്കിൽ ഈ സംഭവം കണ്ടുകൊണ്ട് ഇത് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ കടന്നു പോകും. അതായത് നമ്മുടെ ഉള്ളി. ഈ ഉള്ളി ഞാൻ ഇവർക്ക് അരിയാൻ കൊടുക്കും. ഇവരിങ്ങനെ സവാള ഗിരി എന്ന് പറഞ്ഞ് ഉള്ളി അരിയണം. പക്ഷെ ഇവരുടെ കണ്ണീന്ന് കണ്ണുനീർ വരാൻ പാടില്ല. കരയിപ്പിക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം, പക്ഷെ വരാൻ പാടില്ല. തുടയ്ക്കാനും അങ്ങനെ ഒന്നും പറ്റില്ല. നല്ല ചിരിച്ച മുഖത്തോടുകൂടി അങ്ങനെ ചിരി മുഖത്തുനിന്ന് മാറ്റരുത്. പരസ്പരം നിങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും വിശേഷങ്ങളൊക്കെ സംസാരിക്കാം. നിങ്ങളുടെ നാട്ടുവിശേഷം, കുടുംബ വിശേഷമൊക്കെ സംസാരിക്കാം. മുഖത്തൊരു ചിരി എപ്പോഴും വേണം. ചിരിച്ചോണ്ട് സവാള അരി. അപ്പൊ സവാള ഗിരിഗിരിക്ക് റെഡിയാണോ? റെഡിയാണ്. യെസ്, അപ്പൊ നമ്മുടെ സവാളകൾ വരട്ടെ. ഓക്കെ, അപ്പൊ ദേ പ്രോപ്പർട്ടീസ് ഇങ്ങനെ വന്നിരിക്കുകയാണ്. ഇനി ഇവരുടെ സവാള അരിയൽ മത്സരം നടക്കാൻ പോവുകയാണ്. ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ ആര് കരയും എന്ന് നമുക്കറിയാം. അപ്പൊ ഓർമ്മയുണ്ടല്ലോ, ഇങ്ങനെ ഒന്നും കാണിക്കരുത്. ചിരി എപ്പോഴും മുഖത്തുണ്ടാവണം. വിശേഷങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കണം. ഈ സവാള ഇന്ന് അരിഞ്ഞിട്ട് വേണം നമുക്ക് എന്തുണ്ടാക്കാൻ? ബിരിയാണി ഉണ്ടാക്കണം. അപ്പൊ എന്തുണ്ടാക്കും? ഉള്ളി കൊണ്ട് ഉള്ളിക്കറി. ശരി, അപ്പൊ അതിനുള്ള തയ്യാറെടുപ്പാണ്. അപ്പൊ ഇവരെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി മക്കളെയും കൂടി ഞാൻ വിളിക്കാം. ശൈത്യ കരയണം. ശൈത്യ വരൂ. ഞാൻ വരൂല്ല, എനിക്ക് കരയാൻ വയ്യത്. ശൈത്യയും ജ്വാലയും വരൂ. അപ്പൊ റെഡിയല്ലേ? നമുക്ക് നല്ലൊരു മ്യൂസിക് പ്ലേ ചെയ്യാം. മ്യൂസിക്. 2 മിനിറ്റ് സമയമാണ്, ചെയ്തോളൂ. എന്താടാ ഇവിടെ വിശേഷം? നിങ്ങൾ ചിരി ചേച്ചിയുടെ ചിരി എവിടെ? പുഞ്ചിരി എവിടെ? ചേച്ചി ശൈത്യ കല്യാണത്തിനൊക്കെ സമ്മതിച്ചോ? ശൈത്യ കല്യാണക്കാരി അവള് ചിരി പൊട്ടിച്ചിരി. അങ്ങനെ ചിരിക്കണോ? വർത്തമാനം പറ. ചിരി അല്ലെങ്കിൽ മാർക്ക് ഇല്ല, ചിരിക്കാം. എന്തോ കുഴപ്പമുണ്ടല്ലോ. നിത്യ ഏറ്റവും നന്നായിട്ട് കുക്ക് ചെയ്യുന്ന ഫുഡ് എന്തുവാ? ഞാൻ ഏകദേശം എല്ലാം കുക്ക് ചെയ്യും. പുതിയ ഡിഷസ്, ലൈക്ക് പുതിയ കാര്യങ്ങൾ ട്രൈ ചെയ്യാൻ എനിക്ക് ഇഷ്ടമാണ്. നാടൻ വിഭവങ്ങൾ ഇഷ്ടമാണ്. ഓണം അങ്ങനത്തെയൊക്കെ വരുമ്പോഴത്തേക്കും സദ്യ എല്ലാം ഫുൾ ഉണ്ടാക്കും. ചിക്കൻ ഉണ്ടാക്കും. പിന്നെ ചിക്കൻ, നോൺ വെജ് ഐറ്റംസ്, ബിരിയാണി അങ്ങനത്തെ എല്ലാം ഉണ്ടാക്കാറുണ്ട്. പിന്നെ എനിക്ക് അധിക സമയം ചിരി നമ്മുടെ ഷീന ചേച്ചി എന്താണ്? ഞാൻ അത്യാവശ്യം എല്ലാ ഫുഡും ഉണ്ടാക്കും വീട്ടില്. കണ്ണുനീര് വെള്ളം വരുന്നില്ല? എരിയുന്നുണ്ടോ? അത്ര ഇല്ല, പക്ഷെ എന്നാലും ഉണ്ട്. ഉള്ളിയുടേതായ നീറ്റൽ തോന്നുന്നുണ്ട്. പിന്നെ ഷീന ചേച്ചി ആണെങ്കിൽ താഴോട്ട് നോക്കുന്നേ അല്ലേ? ഞാൻ നോക്കിയറിയാം, ഒരു കുഴപ്പമില്ല. ഞാൻ നോക്കിയറിയാം. വേണ്ട, ചിരിച്ചോണ്ട് നോക്കാം. ചിരിച്ചോ. കൈ മുറിയല്ലേ? ഇവിടെ നിത്യന്റെ മോളാണ് കരയാൻ തുടങ്ങിയത്. ജ്വാല കരഞ്ഞു, അമ്മ കരയുന്നില്ല, കുട്ടി കരയുന്നില്ല. ഈശ്വര, എന്റെ ടാസ്ക് പരാജയമാകുമോ? ഒരു തുള്ളി കണ്ണുനീർ പൊഴിക്കൂ സഹോദരി. വേണമെങ്കിൽ ചെയ്യാം. അതാ ശൈത്യക്കും കണ്ണില്. അല്ല, അതെന്താണ്? ശ്വാസിക്ക എന്ന ഉള്ളി എടുത്ത് കണ്ണിന്റെ അടുത്ത് ഇങ്ങനെ കൊണ്ടുപോയിട്ട്, അല്ല ഞാൻ നാരങ്ങ കണ്ണിന്റെ അടുത്ത് കൊണ്ടുപോയിട്ട് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. അല്ല, ഞാനിങ്ങനെ നോക്കാണ്. ഇതിനൊരു എരിവിന്റെ ഒരു എസൻസ് ഉണ്ടോ? കണ്ണിന്റെ അടുത്തേക്ക് വരുമ്പോ വല്ല എരിവുണ്ടോ? ഒന്നുമില്ല. അത് കണ്ടില്ലേ? ഇങ്ങോട്ട് വാ. ചെവിയും കണ്ടൂടാ, കണ്ണും കണ്ടൂടാ. ഇതൊരു കാര്യം മറ്റേടത്ത് ഐഡിയ ആയിപ്പോയി.
ഒരു കാര്യം ചെയ്യാം കുറച്ചു നേരം നിങ്ങൾ അരിഞ്ഞ ഉള്ളി ഒന്ന് നിങ്ങളുടെ മുഖത്തോട് റൂൾസ് മാറ്റാനുള്ള അധികാരം എനിക്ക് പാരയായി. റൂൾസ് എനിക്ക് മാറ്റാനുള്ള അധികാരമുണ്ട്. മതി അരിഞ്ഞത്. ഈ ഉള്ളി കമ്മിറ്റിക്ക് റൂൾസ് ഉള്ളിപ്പാത്രം കയ്യിലെടുക്കൂ. എടുക്കൂ. വയ്ക്കൂ, മുഖത്തോട് ചേർത്ത് വയ്ക്കൂ ഇങ്ങനെ. ഓക്കെ, അപ്പൊ നമ്മുടെ 2 മിനിറ്റ് സമയം കഴിഞ്ഞിരിക്കുകയാണ്. ഇവർ 2 പേരും ഞാൻ പറഞ്ഞതുപോലെ കരഞ്ഞില്ല. മക്കളാണ്. ഓ, മക്കളെങ്കിലും കരഞ്ഞല്ലോ. ശൈത്യം കരഞ്ഞു, ജ്വാല കരച്ചിലാണ്. മതി ചേച്ചി. ചുരുക്കം പറഞ്ഞ സോമൻ ഊളയായി. വേറൊരു മൂഡിലേക്കൊക്കെ സ്വാസിക പോയി ഉള്ളി മണത്ത്. വിചാരിച്ച പോലെ ഇവർ കരഞ്ഞില്ല. മേ ബി ഇവര് സ്ഥിരമായിട്ട് ഉള്ളി അരിയുന്നോണ്ടായിരിക്കാം അങ്ങനെ അത്ര പെട്ടെന്ന് ഇവരെ കരയിക്കാൻ നമുക്ക് പറ്റിയിട്ടില്ല. പക്ഷെ എന്നാലും 2 മിനിറ്റിനുള്ളിൽ എനിക്ക് തോന്നിയത് നന്നായിട്ട് ഇങ്ങനെ ചിരിച്ച്, ഞാൻ പറഞ്ഞ പോലെ ചിരിച്ച് ഇങ്ങനെ നല്ല രസമായിട്ട് നോക്കാണ്ടൊക്കെ അരിഞ്ഞ ഒരാളെന്ന രീതിയിൽ നമുക്ക് ഒരു നല്ല പെർഫോമറായിട്ട് ഷീന ചേച്ചിയെ കൂട്ടാം എന്നുള്ളതാണ്. താങ്ക് യു. ഈ ഒരു റൗണ്ടിൽ 2 പേരും അസലായിട്ട് പെർഫോം ചെയ്തു. 2 പേരും കരഞ്ഞിട്ടില്ല. ഇപ്പൊ ഞാൻ പറഞ്ഞത് ഷീന ചേച്ചി പഴയ സ്റ്റൈലിലാണ് ഉള്ളി മുറിച്ചത്. എനിക്കിങ്ങനെ കട്ട് ചെയ്യാൻ അറിയില്ല. ഞാൻ നിത്യാണെങ്കിൽ ഇപ്പോഴത്തെ നമ്മളുടെ സ്റ്റൈലിലാണ് മുറിച്ചത്. ഞാൻ സാധാരണ ഉള്ളി അരിയുമ്പോൾ കരയാറില്ല. അതാണ് അതിന് മാത്രം കരയാറില്ല, അല്ലാതെ എല്ലാ കാര്യത്തിനും എല്ലാത്തിനും കരയും. പക്ഷെ അതാണ് ഞാൻ പറഞ്ഞത്, ചെയ്ത് പഴക്കമായതുകൊണ്ടായിരിക്കും 2 പേരും അടുക്കളയിൽ കുക്കിംഗ് ചെയ്യുന്നോണ്ടാണ് അവർക്ക് ഉള്ളി കണ്ടിട്ട് ആക്ച്വലി അവർക്ക് ടൈം കൊടുത്തിട്ട് എത്ര ഫാസ്റ്റ് ആയിട്ട് ഉള്ളി അരിയുന്നു. അത് ചെയ്താൽ മതിയായിരുന്നു.